ഒരു ജോലിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ അവസ്ഥ അമ്മ കാണുന്നില്ലേ? ദേവങ്ങളുടെയും മിനുവേട്ടന്റെയും ചെലവ് വഹിക്കുമെന്ന് ഏറ്റതാണ്. നിത്യച്ചെലവിനെങ്കിലും ഒരു ജോലി കണ്ടെത്തി തരണേ ദേവി. ദേവി, എന്റെ പ്രാർത്ഥന കേൾക്കണേ. ദേവങ്ങളുടെയും വർഷയുടെ പേരില് ഓരോ പുഷ്പാഞ്ജലി കൂടി കഴിക്കണം തിരുമേനി. വിവാഹം കഴിഞ്ഞ ശേഷം വർഷയുടെ വീട്ടിൽ പോയിരുന്നോ? ഇല്ല. വർഷയും വിക്രമും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല തിരുമേനി, വിക്രമിന്റെ ബിസിനസിന്റെ തിരക്ക് മൂലം. എത്ര തിരക്കുണ്ടായാലും നാട്ടുനടപ്പുകൾ മുടക്കാതിരിക്കാൻ പറയണം. വിവാഹവേദിയിൽ കയറിയ വിക്രം ഇടയ്ക്ക് വേദി വിട്ടിറങ്ങിയില്ലേ? അതത്ര ശുഭലക്ഷണമായിട്ട് തോന്നിയില്ല. പണവും പദവിയുമുള്ള കൂട്ടരല്ലേ, വേദി വിട്ടു പോകരുതെന്ന് കർശനമായി വിലക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കൂടുതൽ അനിഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വന്ദന, മനസ്സിനെ അലട്ടുന്ന കാര്യമായ പ്രശ്നം എന്തോ ഉണ്ടല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ ഞാൻ സഹായിക്കും. വന്ദന, വന്ദന, വന്ദനയെ സഹായിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് എപ്പോഴും എങ്ങനെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ വന്ദനയ്ക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. വന്ദനെ, ഞാൻ തെമ്മാടി ആഭാസനൊന്നുമല്ല. മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. എൻ്റെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പിറകെ നടന്ന് സഹായം വേണോ എന്ന് ചെലച്ചുകൊണ്ട് നടക്കുന്നതേ മര്യാദകേടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നാണം കെട്ടൊരാൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. ദേവി ഭഗവതി, എന്നെ പരീക്ഷിച്ച് വല്ലാതെ വശം കെടുത്തുകയാണല്ലോ. വന്ദനയിൽ നിന്ന് എന്നെ അകറ്റി അടങ്ങുന്നുള്ള വാശിയൊന്നും ദേവിക്കില്ലല്ലോ, ഉണ്ടോ? അവളില്ലാതെ എനിക്ക് ജീവിതമില്ല. അവൾ എന്തെങ്കിലും എൻ്റേതാവുമെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും എനിക്കൊന്ന് കാട്ടിത്തരണേ ദേവി. ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് തന്നെ ഞാൻ നടത്തിക്കോളാം. ദേ, കൈക്കൂലിയായിട്ട് കരുതല്ലേ.
ദേ, എന്റെ മനസ്സറിയാലോ. ഞാൻ സഹായം ചെയ്യുന്നല്ലാതെ ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. പിന്നെ നെറുകേട് കണ്ട അടി കൊടുക്കും. അത് പ്രായത്തിൻ്റെതാണെന്ന് കരുതി ക്ഷമിച്ചുകൂടെ? ദേ, അവള് വരുന്നുണ്ട്. പ്ലീസ്. അറിയാലോ, ഞാനങ്ങ് ഗുരുവായൂർക്ക് വിട്ട് മൂപ്പരോട് പറഞ്ഞാലേ ഇതൊക്കെ ഈസി ആയിട്ട് നടത്തി തരും. പുള്ളിക്കാരനറിയാം പ്രണയിക്കുന്നവന്റെ വേദന. വർഷയുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധയുണ്ടാവണം. വർഷയുടെ പേരിൽ പൂജയും വഴിപാടുകളും ഒക്കെ മുടങ്ങാൻ നടത്തുകയും വേണം. വർഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനി? അങ്ങനെയൊന്നുമില്ല. വർഷയുടെ പേരും നാളും പറഞ്ഞ് പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്തോ ഒരു ദുസൂചന തന്നതുപോലെ. പേടിക്കാനൊന്നുമില്ല. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തിയാൽ മതി. വന്ദനയ്ക്ക് ജഗനെ മനസ്സിലായില്ലേ? കുറുപ്പ് സാറിന്റെ മകനാ. ഉള്ളത് പറയാമല്ലോ, പ്രശ്നം എവിടെയുണ്ടെങ്കിലും അതിനിടയിൽ ചെന്ന് ചാടല ജഗന്റെ ജോലി. വെറും പ്രശ്നമല്ല, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുള്ള ചെറുപ്പക്കാരൻ. മാറ്. പോയിക്കോളൂ. ഇങ്ങനെ അങ്ങ് വീണ എപ്പോഴും ഞാനുണ്ടായെന്ന് വരില്ല. അവൾ എനിക്ക് സ്വന്തമാവുന്നതിന് സൂചന തരാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ തന്നു. സന്തോഷം. നന്ദിയുണ്ട് ദേവി, 1000 നന്ദി. ദേവി വിളിപ്പുറത്ത് അമ്മ തന്നെയാണ്. സമ്മതിച്ചു. A for apple. B for book. C for car. D for dog. വന്ദനമ്മേ, ഇതൊക്കെ ദിയമോൾക്ക് അറിയാം. എല്ലാം റിവിഷൻ ചെയ്തതാ. അത് കഴിഞ്ഞ് പുതിയ പാഠം പഠിക്കാം മോൾക്ക്. ബാക്കി പറഞ്ഞേ. ONE1 TW2 THRE3 ഓക്കെ കറക്റ്റ്. 4 FOR 5 FIVE. കൊള്ളാം. പഠിപ്പിക്ക്. ഇതെന്താ നേഴ്സറി സ്കൂളോ? ഇവിടെ ട്യൂഷനും സ്റ്റാപ്പാടും മാത്രം നടന്നാ മതിയോ? കാൽക്കാശിന് വകയില്ലാതെ വലിഞ്ഞു കയറി വന്ന ഈ പോൾ ജന്മത്തിന് കുറെ ചോക്ലേറ്റും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്താലേ ചുമതല തീർന്നു എന്ന് വിചാരിക്കരുത്.
ഇവിടെ ധാരാളം ചെലവുകൾ വേറെയുണ്ട്. അതൊന്നും ഒറ്റയ്ക്ക് നോക്കി നടത്താനേ എന്നെ കൊണ്ടാവില്ല. ഒരുത്തനെ ചൂഷണം ചെയ്ത് വെച്ചുണ്ടാക്കുന്ന ആഹാരം കഴിച്ചാലേ ആർക്കും ദഹിക്കാനും പോകുന്നില്ല. വേണ്ട വന്ദനമ്മേ. ഡാ, ഈ കുഞ്ഞിന് ജീവൻ ഉള്ളിൽ കിടക്കാനുള്ള ആഹാരം കൊടുക്കാൻ നീ സമ്മതിക്കത്തില്ലേടാ? എനിക്കുണ്ടൊരു കുരുന്ന്, അതിന്റെയും ജീവൻ നിലനിർത്തണ്ടേ? ഓ, അതിനു വേണ്ട പണമൊക്കെ എല്ലാവരുടെ ഉയിര് കിടക്കാൻ വേണ്ടി ദൂർത്തടിക്കാൻ എനിക്ക് പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവന് കുടുംബത്തിന് വേണ്ട ഉപ്പെല്ലാം ചാക്ക് കണക്കിന് ഇറക്കുന്നുണ്ടത്രേ. ഡാ, ഈ കുടുംബത്തിന്റെ 3/4 പങ്ക് ചെലവ് നോക്കുന്നതും എന്റെ മകൻ മാധവനാ. ആണോ? എന്നാലേ 2-3 മാസം കൂടി കഴിയുമ്പോ നിങ്ങളുടെ മോന്റെ ഉദ്യോഗ പണിക്ക് തീരുമാനവും. അതോടെ ആ നക്കാപ്പിച്ച വരുമാനവും ക്ലോസ്. പിന്നെ കുടുംബ ചെലവെല്ലാം കൂടി പ്രകാശിന്റെ മണ്ടയ്ക്ക് വെക്കും. അല്ല, എല്ലാവരുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. അത് നടക്കാൻ പോകുന്നില്ല. ഓഹോ, എല്ലാവരും ചെവി വട്ടം പിടിച്ചിരിക്കായിരുന്നു അല്ലേ? ഡാടാ മനോജ, നീയും കൂടി കേൾക്കാനാ ഞാൻ പറയുന്നത്. എല്ലാം ഞാൻ കേട്ടല്ലോ. ഞാൻ ആരെങ്കിലും ഓസി ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യ ഹരിത മാത്രമായിരിക്കും. ഏട്ടന്റെ നിലവറയൊന്നും ഞാൻ പൊളിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ കൊള്ളിച്ചുള്ള വർത്താനവും വേണ്ട. നിന്ന് ചലക്കാതറ, നീ വെറും ഇത്തിൽ കണ്ണി. എന്റെ ഭഗവാനെ, ആയുസ് തീർന്നു. എന്നിട്ടും നീ എന്നെ മേലേക്ക് വിളിക്കുന്നില്ലല്ലോ. ഇനിയും കുറെയൊക്കെ പറയാനുണ്ടെന്നായിരിക്കും ദൈവത്തിന്റെ കൽപ്പിതം. അതുകൊണ്ട് പറയുക, ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇത്തിക്കണ്ണി നീയ. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് നീ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടില്ല. നിന്റെ മൂലധനം പണമല്ല, കുത്തുവാക്കുകളാ. അത് നീ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ തൊടുത്തുവിട്ട് കേസിക്കുന്നുണ്ടല്ലോ. എടാ, ഈ പൊടി കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പോലും നിന്റെ കുത്തുവാക്ക് സമ്മതിക്കുന്നില്ല. കണക്കായി പോയി. മഹാന്യമായി പണിയെടുത്ത് കൊച്ചിനെ പോറ്റുമെന്ന് എന്നെ കളിയാക്കുന്ന തരത്തിൽ വീമ്പളയ്ക്ക് പരിഹസിച്ചവളാ ഈ വന്ദന. ഒന്നുകിൽ ഇവളത് പാലിക്കണം, ഇല്ലെങ്കിൽ പരസ്യമായിട്ട് എന്നോട് മാപ്പ് പറയണം. ഇല്ലെങ്കിലേ ഇനിയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. തിന്നു മുടിക്കാൻ വന്നിരിക്കുന്ന ഒരു അവതാരം. പ്രകാശ, വന്ദനമ്മേ. മുഴുവാ നിങ്ങൾക്ക് എന്താ പ്രകാശേട്ടാ, ഭ്രാന്ത് പിടിച്ചോ? അതെടി, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എല്ലാവർക്കും ചെലവിനൊടുക്കേണ്ട തലതൊട്ടപ്പനായി എന്നെ മാറ്റിയിരിക്കുക. നടക്കില്ല. എല്ലാ മാരണങ്ങളും പട്ടിണി കിടന്നാലും കാശ് ഞാൻ മുടക്കില്ല. നീ വല്ലതും കേൾക്കാൻ നിൽക്കണോ? മനോജേ, വാ ഇങ്ങോട്ട്.
പിശാചാരിയെ അവന്റെ ചെവി കല്ലിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റില്ലേടി നിനക്ക്? അത് വളരെ വൈകിപ്പോയമ്മേ. കുട്ടികളെല്ലാം വലുതായി പോയില്ലേ. പെറ്റവന്റെ കണക്കൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ, ഇപ്പോഴാണ് നമ്മൾ വിക്രമിന്റെ കാര്യം ഓർക്കേണ്ടത്. അവന്റെ മനസ്സിൽ എനിക്കും നിനക്കും സ്വന്തം പെറ്റമ്മയുടെ സ്ഥാനമാണ്. അവൻ സഹായിക്കാതിരിക്കത്തില്ല. ഞാൻ എന്തു വേണമെന്ന് അമ്മ പറയുന്നേ? രാജീവിന്റെ കമ്പനിയിൽ പണിയെടുത്ത് നല്ല മുൻപരിചയമൊക്കെ ഉണ്ടല്ലോ വന്ദനയ്ക്ക്. വിക്രമിന്റെ ഓഫീസിൽ അവക്കൊരു ജോലി തരപ്പെടുത്താം. വിക്രമിനോട് നേരിട്ട് വിളിച്ചു പറയാൻ ചിലപ്പോൾ നിനക്ക് മടിയുണ്ടാവും. നീ വർഷയെ വിളിക്ക്. വർഷ പറഞ്ഞ വലിയ ശമ്പളത്തിലെ ജോലി വിക്രം അവക്ക് കൊടുക്കും. നല്ല മനസ്സുള്ളവനാ വിക്രം. വിളിക്ക്. ഫോണ് ദേ വിളിക്ക്. വിളിക്കും മോളെ, വിളിക്ക്. എനിക്കറിയാമല്ലോ എൻ്റെ മോനെ. അതെല്ലാം ഓക്കെ അല്ലേ? അമ്മയാ? എടുക്ക്. അമ്മേ, സുഖം തന്നെയല്ലേ മോളെ? സുഖാണമ്മേ. ഏട്ടനൊത്തുള്ള ജീവിതം ഞാൻ ആസ്വദിക്കുക. എന്നെ പോലൊരു പെണ്ണിന് എത്ര ജന്മം കഴിഞ്ഞാലും സ്വപ്നം കാണാൻ കഴിയാത്ത ജീവിതമാണമ്മേ എനിക്ക് കിട്ടിയത്. അത് കേട്ടാ മതി മോളെ. അമ്മയുടെ ഉള്ളഴിഞ്ഞ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ദേവി അമ്മയുടെ കാതുകളിൽ കേൾപ്പിച്ചു തരുന്ന സന്തോഷ വാർത്തയത്. പിന്നെ കേൾക്കട്ടെ നിന്റെ വിശേഷങ്ങളൊക്കെ. 4 ഏക്കർ അമ്മേ ഇപ്പൊ ഏട്ടൻ വാങ്ങിയത്. അതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ പേരിലാ. 4 ഏക്കർ ഭൂമി നിന്റെ പേരിൽ വാങ്ങിയെന്നോ? അതെ അമ്മേ. അതിന്റെ പ്രമാണം ഏട്ടൻ ഇപ്പൊ എനിക്ക് കൈമാറിയതേ ഉള്ളൂ. ഈശ്വര. പുതിയ മരുന്ന് കമ്പനി എന്റെ പേരിൽ തുടങ്ങാൻ പോവാ. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? സർവ സൗഭാഗ്യങ്ങളും നിനക്കായിട്ട് ദേവി നീക്കി വെച്ചിരിക്കുകയായിരുന്നു മോളെ. എന്നും ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. തിരക്കിനിടയിൽ കുറച്ച് സമയം പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് നീക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല അമ്മേ, അതിനുള്ള സമയമൊക്കെ ഏട്ടൻ പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. ആഹാ. ഏട്ടനും ദൈവവിശ്വാസിയാ. അമ്മയ്ക്കൊരാവശ്യം പറയാനുണ്ടായിരുന്നു. വിവാഹം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുൻപ് ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. അമ്മ എന്ത് വേണമെന്ന് പറയേ. മോളെ, വന്ദന ഇപ്പോ ജോലിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ട്. ദേമോളുടെയും വിനുവിന്റെയും ചിലവൊക്കെ അവള് വഹിച്ചോളാന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുക. ഈ സാഹചര്യത്തില് വിക്രം പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിയില് വന്ദനയ്ക്കൊരു ജോലി കൊടുത്തൂടെ മോളെ? അതിനെന്താ അമ്മേ, അതൊരു നല്ല കാര്യല്ലേ. ഞാൻ ഏട്ടനോട് ചോദിക്കാം. ഏട്ടന് ഒരിക്കലും തടസ്സം പറയില്ല. ഏട്ടാ, പുതുതായി തുടങ്ങുന്ന കമ്പനിയിൽ വന്ദനേച്ചിക്കൊരു ജോലി കൊടുത്തൂടെ എന്ന് അമ്മ ചോദിക്കുന്നേ. ഹലോ മോളെ. മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, ഞാൻ ഏട്ടനോട് സൗകര്യം പോലെ സംസാരിക്കാം. എന്നിട്ട് അമ്മയെ വിളിക്കാം. അത് മതി, അത് മതി. എന്നാ വെക്കട്ടെ മോളെ. ശരി അമ്മേ. ആനയെ വാങ്ങാൻ കാശുണ്ട്, തോട്ടി വാങ്ങാൻ പണമില്ലെന്നൊരു ചൊല്ല് അച്ഛമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് പണം എന്റെ പേരിൽ ചെലവഴിച്ചല്ലോ.
പിന്നെന്താ തുച്ഛമായ ശമ്പളത്തിൽ എന്റെ ചേച്ചിക്കൊരു ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ട്? ബിസിനസ്സാണ്. എല്ലാ ആവശ്യങ്ങളും അതേപടി അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. 1 മണിക്കൂർ നേരത്തെ വന്ദന പോകണമെന്ന് ആവശ്യപ്പെട്ട 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ചെയർമാനെ നിലപാടെടുക്കേണ്ടി വരും. അതാണ് ബിസിനസ്. ബിസിനസ്സിലെ ബന്ധു നിയമനങ്ങൾ ബന്ധങ്ങൾ തകർക്കും. ബിസിനസ് ബന്ധങ്ങളെ തകർക്കുമെന്നത് എന്റെ പുതിയ പാഠോ? വർഷ ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും കേട്ടോ. ദേ, ഈ ഫയൽ നോക്കി എല്ലാം മനസ്സിലാക്കുക. ഓക്കെ.